അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദർസുൽ മിഷ്കാത്ത് 18. മിഷ്കാത്ത് ദർസ് ഭാഗം 18. കിതാബുൽ റിഖാഖ് ഹദീസ് നമ്പർ 73. وعن معاذ بن جبل رضي الله عنه قال لما بعثه رسول الله صلى الله عليه وسلم إلى اليمن خرج معه يوصيه ومعاذ راكب ورسول الله صلى الله عليه وسلم يمشي تحت راحلته إلى آخر الحديث. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവർ പറയുകയാണ്, ലമ്മാ ബഅസഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ ലമ്മാ ബഅസഹു അവരെ യാത്ര അയച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ യമനി, യമനിലേക്ക്. ഖറജ മഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസിഹി, യമനിലേക്ക് യാത്ര പുറപ്പെടാൻ വേണ്ടി മുആദ് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് കയറി ഇരിക്കുന്ന സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദുൻ റാകിബുൻ, മുആദ് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്തിരിക്കുകയാണ്. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യംശി തഹത റാഹിലതി, ആ വാഹനത്തിന്റെ താഴെ അവരുടെ കൂടെ നടക്കുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടന്നിട്ട് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശം. ഫലമ്മാ ഫറഗ, ഉപദേശങ്ങളിൽ നിന്ന് വിരമിച്ചപ്പോൾ യാത്ര അയക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ്, മുആദേ, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ അഅമി ഹദാ. മുആദേ, ഈ വർഷത്തിന് ശേഷം എന്നെ നിങ്ങൾ കണ്ടില്ലെന്ന് വന്നേക്കാം. വലഅല്ലക, തങ്ങളായേക്കാം, അൻതമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി, എന്റെ ഈ പള്ളി, മദീന പള്ളിയുടെയും എന്റെ ഖബറിന്റെയും അരികിലൂടെ നിങ്ങൾ നടന്നു പോയേക്കാം. ഇത് പറഞ്ഞപ്പോൾ ഫബകാ മുആദുൻ ജസ്ആ, ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു വിഷമം കാരണം, പ്രയാസം കാരണം കരഞ്ഞു. ഫബകാ മുആദുൻ, മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ജസ്അൻ, പ്രയാസം കൊണ്ട് കരഞ്ഞു. ലിഫിറാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുപിരിയുകയാണല്ലോ എന്നോർത്തുകൊണ്ട്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു. എന്നിട്ട് ഫഅഖ്ബല ബിവജ്ഹിഹി നഹ്വൽ മദീന, മദീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഔലൻ നാസി ബി അൽ മുത്തഖൂൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും എന്നോട് ബന്ധപ്പെട്ടവർ മുത്തഖീങ്ങളാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകളാണ് ജനങ്ങളിൽ നിന്ന് ഏറ്റവും എന്നോട് ബന്ധപ്പെട്ടവർ. മൻകാനും, അതാരായിരുന്നാലും ശരി, അവൻ ആരാണെങ്കിലും, അറബിയൻ ഔ അജമിയൻ അബിയല്ല ഔ അസ്വദ, അറബിയാണെങ്കിലും അനർബിയാണെങ്കിലും
വെളുത്തവനാണെങ്കിലും കറുത്തവനാണെങ്കിലും തഖ്വയോടുകൂടെ ജീവിച്ചവൻ ആരോ അവനാണ് എന്നോട് ഏറ്റവും അടുത്തവൻ. അവർ എവിടത്തുകാരാണെങ്കിലും ശരി, സവാഉൻ കാന ബിമക്കത്ത അവിൽ മദീനത്തി അവിൽ യമനി അവിൽ കൂഫത്തി, നീ മക്കക്കാരനോ മദീനയിലുള്ളവനോ യമൻകാരനോ കൂഫക്കാരോ ആരായിരുന്നാലും ശരി, മുത്തഖിയാണോ അവൻ എന്നോട് ഏറ്റവും അടുത്തവൻ ആയിരിക്കും. അള്ളാഹുവിനോട് തഖ്വയുള്ളവനായിരിക്കും എന്നോട് ഏറ്റവും അടുത്തത്. നമുക്ക് തന്നെ കാണാം, ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, യമൻ ആണ് അവരുടെ നാട്. താബിഈങ്ങളുടെ നേതാവാണ്, റഈസു താബിഈ. അപ്പൊ തഖ്വയാണ് ഇതിന്റെ മാനദണ്ഡം. ഈ ഇതുവരെ പറഞ്ഞ ഹദീസ് ബഹുമാനപ്പെട്ട അഹ്മദ് എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. 74ാമത്തെ ഹദീസ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവർ പറയുകയാണ്, തലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്ത്, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല മനുഷ്യനെയും ഹിദായത്താക്കണമെന്ന് ഉദ്ദേശിച്ചാൽ യശ്റഹ് സദ്റഹു, അവന്റെ ഹൃദയത്തിന് അള്ളാഹുവിന്റെ ഹൃദയത്തെ അള്ളാഹ് തുറന്നു കൊടുക്കും, ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക്. അപ്പൊ ഹൃദയത്തിലേക്ക് ഇസ്ലാം കടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൻ നൂറ, ഹിദായത്ത് എന്ന് പറയുന്ന പ്രകാശം, ഹിദായത്തിന്റെ പ്രകാശം, ഇദാ ദഖല സദ്റ, അത് ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ, സദ്റിലേക്ക് പ്രവേശിച്ചാൽ, ഇൻഫസഹ, ആ ഹൃദയം വിശാലമാകും. ഫഖീല യാ റസൂലല്ലാഹ്, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ സഹാബികളിൽപ്പെട്ട ആരോ ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ ലിതിൽക മിൻ അലമിൻ യുറഫു ബിഹി, അതിന് വല്ല അടയാളവും ഉണ്ടോ, മനസ്സിലാക്കാൻ പറ്റിയ അടയാളം? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, അത്തജാഫി മിൻ ദാരിൽ ഖുറൂർ, വഞ്ചനയുടെ നാടായ ഐഹിക ലോകത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ, എന്നാൽ ഐഹിക ലോകത്തോടുള്ള അതിശക്തിയായ മഹബ്ബത്തില്ലാതിരിക്കാൻ, വൽ ഇനാബത്തു, അതിന്റെ കൂടെ തന്നെ വൽ ഇനാബത്തും മടങ്ങലുമാണ് ഇലാ ദാരിൽ ഖുലൂദ്, ശാശ്വതമായ വീടാകുന്ന ആഖിറത്തിലേക്ക്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് യാത്ര ചെയ്യാൻ നമുക്ക് പറ്റൂല, അതിന് അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ള വിസ കിട്ടണം. അപ്പൊ കൽബ് കൊണ്ട് അങ്ങോട്ടുള്ള യാത്രക്ക് തയ്യാറെടുക്കുക. വൽ ഇസ്തിഅദാദു ലിൽ മൗതി ഖബ്ല നുസൂലിഹി, മരിക്കുന്നതിന് മുമ്പ് അതിനു വേണ്ടി തയ്യാറാവലും ആണ്. റവാഹുൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാൻ, ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി എന്നവർ ഈ ഹദീസിനെ ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ റിപ്പോർട്ട് ചെയ്തു. 75ാമത്തെ ഹദീസ്, وعن أبي هريرة وأبي خلاد أن رسول الله صلى الله عليه وسلم قال إذا رأيتم العبد يؤتى زهدا في الدنيا وقلة منطقين فاقتربوا منه فإنه يلقى الحكمة. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അബൂ ഖല്ലാദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഇദാ റഅയ്തുമുൽ അബ്ദ, ഒരടിമയെ നിങ്ങളെ കണ്ടാൽ, യുഅ്താ സുഹ്ദൻ ഫിദ്ദുനിയാ, ദുന്യാവിലെ പ്രപഞ്ച ത്യാഗത്തെ അദ്ദേഹത്തിന് നൽകപ്പെടുന്നതായിട്ട്. അതായത് ദുന്യാവിനോട്, അള്ളാഹുവിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ദീനിനോടും ഉള്ളതിലേറെ മഹബത്തില്ലാത്ത നിലക്ക് ഒരു മനുഷ്യനെ കണ്ടാൽ, സംസാരം ചുരുങ്ങിയതായിട്ട് കണ്ടാൽ, ഒരാവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ജനങ്ങളെ തൃപ്പിക്കാൻ വേണ്ടി സംസാരിക്കാത്ത, സംസാരം ചുരുങ്ങിയ, അങ്ങനെയുള്ള ആളോട് നിങ്ങൾ അടുക്കുക. അങ്ങനെയുള്ള മനുഷ്യനിക്കാണ് ഹിക്മത്തിനെ അവനിക്കാണ് നൽകപ്പെടുക. ഇത് 75-ാമത്തെ ഹദീസാണ്. ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 19-ാമത്തെ ഭാഗം പിന്നീട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ബന്ധപ്പെട്ടവർക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയും അവരെയും നമ്മയും വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.